കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി. ഓട്ടറാട്ട് പ്രദീപ്, പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു. അതിനിടെ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോറ്റുപാലം ആലത്തൂരിൽ ഒരു വീടും തകർന്നു വീണു. മാനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് തകർന്നു വീണത്. സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വിശദാംശങ്ങൾ. നിഖിൽ, തൃശൂർ ജില്ലയിൽ ഈ കാലവർഷക്കെടുതികളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ മണൽ വാരുന്നതിനിടെ 2 തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ളൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ അർദ്ധരാത്രി ശക്തമായ കാറ്റിലും മഴയ്ക്കും ഇടയിൽ വഞ്ചി മറിഞ്ഞ്, അതായത് ശക്തമായ കാറ്റുണ്ടായതിന് തൊട്ട് പിന്നാലെ പുഴയിൽ വലിയ ഓളമുണ്ടായിരുന്നു. ആ കാഞ്ഞിരപ്പുഴയിലായിരുന്നു ഇവർ മണൽ വാരിക്കൊണ്ടിരുന്ന ഈ സമയം ഈ ഓളമടിച്ച് വള്ളം മുങ്ങുകയായിരുന്നു. 4 തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടെങ്കിൽ 2 തൊഴിലാളികളെ ഈ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഓട്ടറാട്ട് പ്രദീപ്, പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റ് 2 പേർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും കാണാതായവർക്ക് വേണ്ടി തീരദേശ പോലീസിന്റെയും അതേപോലെ അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ തൃശൂർ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. അതായത് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കുന്നംകുളം അടുപ്പുകുട്ടി ഉരുളിക്കുന്നിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിട്ടുണ്ട്. 20ഓളം വീടുകൾ ഇവിടെ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. വീടുകൾക്ക് സമീപം വരെ മണ്ണിടിഞ്ഞു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ വടക്കാഞ്ചേരി പ്രദേശത്തും അതേപോലെ എരുമപ്പെട്ടി പ്രദേശത്തും വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി സാനു, കൊടുങ്ങല്ലൂരിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് 2 പേരെ കാണാതായി. ഒപ്പം ഇന്നലെ അർദ്ധരാത്രിയിൽ സംഭവം. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഒപ്പം പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. നൽകുകയായിരുന്നു സാനു കെ സജീവ്.